ചെർപ്പശ്ശേരി ജില്ലാ റൂറൽ ട്രഷറിയിലെത്തുന്നവരുടെ ദുരിതം അവസാനിക്കുന്നു. ട്രഷറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായി. ഇരുനിലകളിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചെർപ്പശ്ശേരി ജില്ലാ റൂറൽ ട്രഷറിക്ക് വാടക കെട്ടിടത്തിൽ നിന്നും മോചനമാകുന്നു. ട്രഷറിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായി. കച്ചേരിക്കുന്ന് TB മൈതാനിക്ക് സമീപം റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്ത 20 സെന്റ് സ്ഥലത്ത് 2 കോടി രൂപ ചെലവിലാണ് 822 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പുതിയ ഇരുനില കെട്ടിടം പണിതിട്ടുള്ളത്. താഴത്തെ നിലയിൽ പെൻഷൻകാർ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഇടപാടുകൾ നടത്താനുള്ള സൗകര്യവും സ്ട്രോങ് റൂം എന്നിവയാണ് ഉള്ളത്. മുകൾ നിലയിൽ അക്കൗണ്ടിംഗ് വിഭാഗം, റെക്കോർഡ് റൂം, കോൺഫറൻസ് ഹാൾ, സെർവർ, ഡൈനിംഗ് റൂം എന്നിങ്ങനെയുമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 പതിറ്റാണ്ടിലധികമായി വാടക കെട്ടിടത്തിലാണ് ചെർപ്പശ്ശേരി ജില്ലാ റൂറൽ ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. തുടക്കത്തിൽ ചെർപ്പശ്ശേരി ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലെ 1ാം നിലയിലാണ് ട്രഷറി പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് കച്ചേരിക്കുന്നിലെ വാടക കെട്ടിടത്തിലേക്ക് മാറി. വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത് ട്രഷറിയിൽ ഇടപാടുകൾക്കെത്തുന്ന ആളുകളെയും സർവീസ് പെൻഷൻകാരെയും ജീവനക്കാരെയും വീർപ്പുമുട്ടിച്ചിരുന്നു. തുടർന്നാണ് സ്വന്തം കെട്ടിടമെന്ന ആവശ്യം ഉയരുന്നതും 2022 പണി ആരംഭിക്കുന്നതും. എന്നാൽ പ്രവൃത്തികൾ നിശ്ചയിച്ച സമയത്തിനകം പൂർത്തീകരിക്കാൻ കഴിയാതെ നീണ്ടുപോയി. ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പട്ടാമ്പി താലൂക്കുകളിലെ മണ്ണാർക്കാട്, അഗളി, ശ്രീകൃഷ്ണപുരം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കൂറ്റനാട്, ചെർപ്പശ്ശേരി സബ് ട്രഷറികളാണ് ചെർപ്പശ്ശേരി അഡീഷണൽ ജില്ലാ ട്രഷറിയുടെ കീഴിൽ വരുന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് ജില്ലാ റൂറൽ ട്രഷറിയുടെ പ്രവർത്തനം മാറ്റുന്നതോടെ ഇടപാടുകാരും ജീവനക്കാരും അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്ന് അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ VM പ്രദീപ് മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 99% പൂർത്തിയായി. ഇനി ഒരു അവസാനഘട്ട മിനുക്കുപണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉദ്ഘാടനം ഏറെക്കുറെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് MLAയുടെ അധ്യക്ഷതയിൽ ഒരു സ്വാഗത സംഘം ഫോം ചെയ്തു. അപ്പോൾ ഇത് ഉദ്ഘാടനം വളരെ ഒരു ആഘോഷപൂർവ്വം നടക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ധനകാര്യമന്ത്രി തന്നെയായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുക. അത് ഏറിയാൽ ഒരാഴ്ചയ്ക്കകം ഉദ്ഘാടനം നടക്കും. അതിൻ്റെ ഫൈനൽ ഡേറ്റ് ഇതുവരെ ഒരു കൺഫേമായി വന്നിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ഉടനെ കിട്ടും. എന്തായാലും ഉദ്ഘാടനം എന്ന് പ്രഖ്യാപിച്ചാലും അത് വളരെ ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം സജ്ജമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി കാര്യങ്ങളെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്ക് കുറച്ച് ബാക്കിയുണ്ട്. അത് 2-3 ദിവസം കൊണ്ട് തീരും. പിന്നെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലാ ട്രഷറിക്ക് പുറമേയുള്ള ഒരു അഡീഷണൽ ജില്ലാ ട്രഷറിയാണ് ചെർപ്പശ്ശേരി. ഇതിൽ ജില്ലാ ട്രഷറിയുടെ കീഴിൽ 7 സബ് ട്രഷറികൾ, അഗളി, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ, കൂറ്റനാട്, ഇങ്ങനെ 7 സബ് ട്രഷറികളാണ് ഞങ്ങളുടെ ഈ അധികാരപരിധിക്ക് കീഴിൽ വരുന്നത്. പിന്നെ ട്രാൻസാക്ഷനും അതെ. ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക കെട്ടിടത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ കുറച്ച് പ്രായമായവർക്കൊക്കെ മേലെ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ എന്തായാലും അതിനൊരു പൂർണ്ണ പരിഹാരം കിട്ടും. പിന്നെ റാമ്പുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രാൻസാക്ഷൻ മുഴുവൻ താഴത്തെ നിലയിലാണ്. പിന്നെ മേലെ ഞങ്ങളുടെ റെക്കോർഡ് റൂം, ഡൈനിങ് റൂം, അങ്ങനെ കുറച്ച് അക്കൗണ്ട് സെക്ഷൻ, അതായത് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം താഴെയാണ്. കെട്ടിടം ഉദ്ഘാടനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ധനമന്ത്രി KN ബാലഗോപാലാകും ഉദ്ഘാടനം നിർവഹിക്കുക. അടുത്ത ആഴ്ച തന്നെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherppalasheri.